Hi students, welcome to Elending. Part 3 ആണ് revision, that is trigonometry, trigonometry. ഒന്നാമത്തെ ചോദ്യം, in triangle PQR, angle Q equals 90 degree, angle R equals 6 degree, and the length of the sides QR, PQ, PR are A, B, C respectively. Which among the following is tan x degree? Options തന്നിട്ടുണ്ട്. അടുത്തത്, similarly write sin x degree and cos x degree from this triangle. See, prove that sin x degree by cos x degree equals tan x degree. നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ഇവിടെ ഫിഗറിനകത്ത് എല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നോക്കിക്കേ, ആംഗിൾ ആർ ഈക്വൽസ് എക്സ്, ആർ ക്യു എ ഓർ ക്യു ആർ, ക്യു പി ബി, പി ആർ സി. വിച്ച് among the following is tan x? Tan x എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ബി, അഡ്ജസൻറ്റ് സൈഡ് എ. അപ്പോൾ ഇതിൽ ബി ബൈ എ ഏതാണതാ? മൂന്നാമത്തെ ആൻസർ ബി ബൈ എ. അടുത്തത് സൈൻ എക്സ്. സൈൻ എക്സ് ആൻഡ് കോസ് എക്സ് ഫ്രം ദിസ്. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. അപ്പോൾ സൈൻ എക്സ് എന്താ കിട്ടും? സൈൻ എക്സ് ഈക്വൽസ് ഓപ്പോസിറ്റ് സൈഡ് ബി ബൈ ഹൈപ്പോട്ടിന്യൂസ്, ബി ബൈ സി. ഇതുപോലെ നമുക്ക് കോസ് എക്സും കിട്ടും. കോസ് എക്സ് എത്ര? ഏതിൻ്റെ ആൻസറാണ്? ബിയുടെ ആൻസറാണ് അല്ലേ? കോസ് എക്സ് ഈക്വൽസ് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്, എ ബൈ സി. അപ്പോൾ ബിയുടെ ആൻസറായി സൈൻ എക്സ് ഈക്വൽസ് ബി ബൈ സി, കോസ് എക്സ് ഈക്വൽസ് എ ബൈ സി. ഇനി ഇതിനെ ഡിവൈഡ് ചെയ്യണം, സി പാർട്ടിൽ ഡിവൈഡ് ചെയ്യണം. ആൻസർ സി. അപ്പോൾ ഇതിനെ രണ്ടിനെയും ഡിവൈഡ് ചെയ്യുമ്പം സൈൻ എക്സ് ബൈ കോസ് എക്സ്. അപ്പം എങ്ങനെ കിട്ടും? ബി ബൈ സി ഡിവൈഡഡ് ബൈ എ ബൈ സി. ബി ബൈ സി ഡിവൈഡഡ് ബൈ എ ബൈ സി. ഞാൻ ഈ ഫിഗർ അങ്ങ് മായ്ക്കുകയാണേ. ഈക്വൽസ് ബി ബൈ സി, നമുക്കിവിടെ വാല്യൂസ് ഉണ്ട്. ബി ബൈ സി ഡിവൈഡഡ് ബൈ, ഡിവൈഡ് മീൻസ് ടേക്ക് ദ റെസിപ്രോക്കൽ ആൻഡ് മൾട്ടിപ്ലൈ. ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സി ബൈ എന്താണ്? എ. സിയും സിയും ക്യാൻസൽ ആവും. നമുക്ക് എന്താ കിട്ടും? ബി ബൈ എ. ഈ ബി ബൈ എ എന്ന് പറയുന്നതല്ലേ നമ്മുടെ ടാൻ എക്സ് ഡിഗ്രി. നോക്കിക്കേ, ഈക്വൽസ് ബി ബൈ എ വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ എക്സ് ഡിഗ്രി. അപ്പോൾ പ്രൂഫ് ആയില്ലേ? ഈക്വൽ ടു ടാൻ എക്സ് ഡിഗ്രി. അപ്പം നമ്മൾ 3 പാർട്ടും ചെയ്തു കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക്. രണ്ടാമത്തെ ചോദ്യം, ഇൻ ദ ഫിഗർ ആംഗിൾ ബി ഈക്വൽ 70 ഡിഗ്രി, ആംഗിൾ സി ഈക്വൽ 40 ഡിഗ്രി, ബി സി ഈക്വൽസ് 10 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എ? വാട്ട് ഈസ് ദ സർക്കം ഡയമീറ്റർ ഓഫ് ട്രയാംഗിൾ എ ബി സി? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് എ ബി? വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ട്രയാംഗിൾ എ ബി സി? അതായത് ചിത്രത്തിൽ കോൺ ബി 70, കോൺ സി 40, ബി സി 10 സെൻറ്റിമീറ്റർ എന്ന് തന്നിരിക്കുന്നു. കോൺ എയുടെ അളവ് എത്ര? പരിവൃത്ത വ്യാസം എത്ര? അതായത് ത്രികോണ എ ബി സിയുടെ പരിവൃത്ത വ്യാസം. സൈഡ് എ ബിയുടെ നീളം, എ ബിയുടെ വശം. അതായത് നാലാമത്തെ ചോദ്യം, ത്രികോണ എ ബി സിയുടെ ചുറ്റളവ് എത്ര? നമുക്ക് ഓരോ ചോദ്യങ്ങളും ചെയ്ത് നോക്കാം. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എ? ഒന്നാമത്തത് നോക്കാം. ഇവിടെ 2 ആംഗിൾ തന്നിട്ടുണ്ടല്ലേ. അപ്പം മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ പാടൊന്നുമില്ലല്ലോ. 180 മൈനസ് 70 പ്ലസ് 40. 180 മൈനസ് 110 ദറ്റ് ഈസ് 70 ഡിഗ്രി. ആദ്യത്തെ ആൻസർ കിട്ടി. ഇനി രണ്ടാമത്തത്, ഇത് എ, ആൻസർ ഓഫ് എ. ഇനി ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് 70 ഡിഗ്രി അറിയാം. ഇവിടെ 70 എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഒരു 2R എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ് അല്ലേ? ഈക്വൽ സൈഡ്, ഏത് സൈഡാണോ നമുക്ക് തന്നിരിക്കുന്നത് ആ സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളാണ് എടുക്കേണ്ടത്. അപ്പം ബി സി ബൈ സൈൻ 70, 2R എന്ന് പറയുന്നത് ഡയമീറ്റർ. ബി സി തന്നിട്ടുണ്ട് 10 ബൈ സൈൻ 70യുടെ വാല്യൂ 0.94. ഇവിടെ നമുക്ക് എഴുതാം 0.94 ഈക്വൽസ്
2r equals 10 by 0.94. അപ്പോൾ നമുക്ക് 10 divided by 0.9. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10.6. അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് 10.6 സെൻറ്റിമീറ്റർ. ദാറ്റ് ഈസ് 2r means diameter. Diameter equals 10.6 സെൻറ്റിമീറ്റർ. ഇനി അടുത്ത നമുക്ക് സൈഡ് എ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നല്ലപോലെ എഴുതാൻ വേണ്ടി നമ്മൾ മായ്ച്ചു. സി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് സൈഡ് എ ബി. സൈഡ് എ ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് ഈ സൈഡ്. അതിന് നമുക്ക് വേണമെങ്കിൽ എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ റേഡിയസ് ഈക്വൽസ് എക്സ് ബൈ 2 ഓഫ് ഈ സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളാണ് 40. ആ ആംഗിളാണ് എടുക്കുന്നത്. ഏത് സൈഡാണോ വേണ്ട അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ 2 sin 40. റേഡിയസ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച എത്ര? 10.6 ഈക്വൽസ് എക്സ് ബൈ 2 ഇൻറ്റു അല്ല, നമ്മൾ ഡയമീറ്ററല്ലേ കണ്ടുപിടിച്ചത്. റേഡിയസ് ആകുമ്പോൾ 5.3. 5.3 ഈക്വൽസ് എക്സ് ബൈ 2 ഇൻറ്റു സൈൻ 40. സൈൻ 40യുടെ വാല്യൂ എത്ര നമുക്ക് നോക്കാം. അപ്പം സൈൻ 40യുടെ വാല്യൂ 0.64. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ നോക്കിക്കേ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. എക്സ് ഇസ് ഈക്വൽ ടു 5.3 ഇൻറ്റു 2 ഈസ് 10.6 ഇൻറ്റു 0.64. നമുക്കപ്പോൾ എത്ര ആൻസർ കിട്ടുന്നത്? 6.78 സെൻറ്റിമീറ്റർ. അതായത് എ ബി കിട്ടി. എ ബി ഈക്വൽ 6.78 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി അടുത്ത ഡി പാർട്ട് പെരിമീറ്റർ. പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് 3 സൈഡ്സ് അല്ലേ? ഇവിടെ നോക്കിക്കേ, പെരിമീറ്റർ എന്ന് പറയുമ്പോൾ എ ബി പ്ലസ് ബി സി പ്ലസ് എ സി. പെരിമീറ്റർ ഈക്വൽസ് എ ബി പ്ലസ് ബി സി പ്ലസ് എ സി. എ ബി എത്ര? ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച് 6.78. ബി സി എത്ര? 10 എന്ന് തന്നിട്ടുണ്ട്. എ സി എത്ര? എ സിയും 10 ആയിരിക്കും. നോക്കിക്കേ, ഈ രണ്ട് ആംഗിൾ ഈക്വൽ അല്ലേ? അതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് ഓൾസോ ഈക്വൽ 10. അപ്പം എത്ര കിട്ടും? 20 പ്ലസ് 6.78 26.78 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ? നല്ലൊരു ചോദ്യമാണ്. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. എക്സാമിനേഷന് വരുന്നതാണ്. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം. എ മാൻ സ്റ്റാൻഡിങ് അറ്റ് ദ എഡ്ജ് ഓഫ് എ റിവർ സീസ് ദ ടോപ്പ് ഓഫ് ദ ട്രീ അറ്റ് ആൻ എലിവേഷൻ ഓഫ് 60 degree. Stepping 20 meters back, he sees it at an elevation of 30 degree. Draw a rough figure and find the width of the river. ഒരു പുഴയുടെ കരയിൽ നിൽക്കുന്ന ഒരു കുട്ടി അക്കരയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മരത്തിൻ്റെ മുകളറ്റം 60 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. 20 മീറ്റർ പിന്നോട്ടം മാറിയപ്പോൾ അത് 30 ഡിഗ്രി മേൽക്കോണിലാണ് കണ്ടത്. ഒരു ഏകദേശ ചിത്രം വരച്ച് പുഴയുടെ വീതി കണക്കാക്കുക. ഇതാണ് ചോദ്യം. ഇങ്ങനത്തെ ചോദ്യങ്ങൾക്കെല്ലാം പടം വരയ്ക്കുന്നതിന് 1 മാർക്ക് തന്നെയുണ്ട്. അപ്പം തന്നിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് ഒരു പടം വരയ്ക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, ആദ്യം പടം വരയ്ക്കുക. തന്നിരിക്കുന്ന വിവരം അനുസരിച്ച് നമുക്ക് പടം വരയ്ക്കുക. എ മാൻ സ്റ്റാൻഡിങ് അറ്റ് ദ എഡ്ജ് ഓഫ് എ റിവർ. ഇതാണ് റിവർ. റിവറിൻ്റെ നദിയുടെ പുഴയുടെ അരികിൽ നിൽക്കുകയാണ്. ആയിട്ട് ഇവിടെ കാണുന്ന സീസ് ദ ടോപ്പ് ഓഫ് ദ ട്രീ അറ്റ് ആൻ എലിവേഷൻ. ഇത് മരമാണ്. ഇതെന്താണ്? റിവറാണ്. റിവറിൻ്റെ അറ്റത്ത്, പുഴയുടെ അറ്റത്ത് നിന്നാണ് നോക്കുന്നത്. അറ്റ് ആൻ എലിവേഷൻ ഓഫ് 60 ഡിഗ്രി. ഇനി 20 മീറ്റർ പുറകിലോട്ട് പോയിട്ട് എത്ര ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു? 60 ഡിഗ്രി മേൽക്കോണിൽ, അല്ല 30 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. അപ്പം ഇനി നമുക്ക് വേറെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഇത് രണ്ടേ തന്നിട്ടുള്ളൂ. ഇതനുസരിച്ച് നമുക്ക് ചിത്രം കംപ്ലീറ്റ് ചെയ്യാം. ഫിഗർ കംപ്ലീറ്റ് ചെയ്യാം. ബി സി ഡി. ഇതാണ് നമ്മുടെ ചിത്രം. ഈ ചിത്രത്തിന് മാത്രം 1 മാർക്കുണ്ട്. അപ്പം ബി സി ആണ് റിവർ. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഫൈൻഡ് ദ വിഡ്ത്ത് ഓഫ് ദ റിവർ. അപ്പം പടം വരച്ച് കഴിഞ്ഞതിന് 1 മാർക്ക് കിട്ടി. ഇനി നമുക്ക് ബാക്കിയുള്ള അളവുകളെല്ലാം കണ്ടുപിടിക്കാം. ഇവിടെ നോക്കിക്കേ, ഇത് പെർപെൻഡിക്കുലർ ആണല്ലേ? അപ്പോൾ ഇവിടെ 90. അപ്പോൾ ഈ ആംഗിൾ എത്ര ആയിരിക്കും?
30 ആയിരിക്കും. ഇവിടെ നോക്കിക്കേ, ഇവിടെ എത്രയായിരിക്കും? ലീനിയർ പെയർ, രേഖീയ ജോഡി, ഇത് 120 ആയിരിക്കും അല്ലേ? അപ്പോൾ ഇത് എത്രയായിരിക്കും? 120, 30, ഇതും 30 ആയിരിക്കും. അപ്പം ഈ രണ്ട് കോണുകൾ 30 ആണെങ്കിൽ ഈ രണ്ട് സൈഡുകൾ തുല്യമായിരിക്കും. അപ്പോൾ ഡി സിയും എ ബിയും എ സിയും തുല്യമായിരിക്കും. അപ്പോൾ എത്ര? 20 മീറ്റർ ആയിരിക്കും. അപ്പോൾ ഇതും എത്രയായിരിക്കും? ഇവിടെ എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് എഴുതുന്നില്ല. എ സിയും 20 തന്നെ ആയിരിക്കും. ഇങ്ങോട്ട് ചെറുതായിട്ട് എഴുതാം. എ സി 20, ഡി സിയും 20. അപ്പം ഈ ത്രികോണത്തിൽ ഇനി നമുക്ക് ഇവിടെ നോക്കിക്കേ, 30 sin 60, 30, 60, 90 ട്രയാങ്കിൾ. ഇൻ ട്രയാങ്കിൾ എ ബി സി നമുക്ക് എല്ലാ സൈഡും ഇപ്പം കിട്ടും. ഇൻ ട്രയാങ്കിൾ എ ബി സി 30, 60, 90 triangle. 30, 60, 90 triangle. Ratio of the sides 1:√3:2. 1:√3:2. ഇവിടെ നോക്കിക്കേ, 90യുടെ ഓപ്പോസിറ്റ് ഇവിടെ 20 ആണ് കിട്ടിയിരിക്കുന്നല്ലേ? ഇവിടെ 20 ആണ്. 2 ആയിരുന്നത് 20 ആയി. അപ്പോൾ ഇത് എത്രയായിരിക്കും? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അല്ലേ? അപ്പോൾ ഇതെത്ര? 10√3 എന്തായിരിക്കും? 10. അപ്പം 10, 60യുടെ ഓപ്പോസിറ്റ് 10√3, എ ബി 10√3. ബി സിയുടെ ഓപ്പോസിറ്റ് എത്രയാണ്? ബി സി എന്ന് പറയുന്നത് 30യുടെ ഓപ്പോസിറ്റ് ഇവിടെ 10. നമുക്ക് 20, 10, 10√3, ഇവിടെ 20, ഇവിടെ 20 എല്ലാം കിട്ടിക്കഴിഞ്ഞല്ലേ? ഇനി നമുക്ക് ആൻസറിലേക്ക് പോകാം. എന്താണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസർ എഴുതാം. അപ്പം നമുക്ക് ആൻസർ എഴുതിക്കൂടെ? എന്താണ്? വിഡ്ത്ത് ഓഫ് ദ റിവർ എന്ന് പറയുന്നത് ഏതാണ്? ബി സി ആണ്. അതാണ്ട് ഈ ഇവിടെ നിന്നാണ് കുട്ടി അറ്റത്ത് എഡ്ജ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എന്താണ്? മരം ഇത്ര 60 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. 20 മീറ്റർ ബാക്കിലോട്ട് പോയത് നോക്കുമ്പോൾ 30 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. അപ്പോൾ ഇതാണ് റിവർ എന്ന് പറയുന്നത്, വിഡ്ത്ത് ഓഫ് ദ റിവർ. ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി. അപ്പോൾ വിഡ്ത്ത് ഓഫ് ദ റിവർ ഇസ് ഈക്വൽ ടു ബി സി. കിട്ടിയില്ലേ നമുക്ക്? എത്ര? 10. 5 മാർക്കിന്റെ ചോദ്യമാണ്. വളരെ എളുപ്പത്തിൽ ആൻസർ കിട്ടിയില്ലേ? ഇങ്ങനെ ചെറിയ ഈസി ട്രിക്സ് ഒക്കെ ഇതിനകത്തുണ്ട്. ഓക്കെ, നമ്മളപ്പോൾ 3 ചോദ്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. അടുത്ത ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ.